നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഇന്ന് ചെമ്പരത്തിപ്പൂ പൗഡർ വെച്ചൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മുഖം നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചെറുതായി ഒന്ന് ചൂടാക്കി ആ ചെറിയ ചൂടോട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വെളിച്ചെണ്ണ മസാജ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ചർമ്മകോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുഖത്ത് ചുളിവുകളും വരകളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. അതിന് ഈ വെളിച്ചെണ്ണ മസാജ് വളരെ നല്ലതാണ്. അതേപോലെ മുഖത്ത് വെയിൽ കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പ്, സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിലിനും വരൾച്ചയ്ക്കും അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ മസാജ് വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരു 5-6 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഇനി ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. മുഖം നന്നായി കഴുകി മുഖത്തെ വെള്ളമെല്ലാം ഒപ്പി മാറ്റിയതിന് ശേഷം ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം. അതിനായി 1 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മുഖത്ത് തേച്ച് 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്യാം. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ മുഖത്തുള്ള അഴുക്കും എണ്ണമയവും ഡെഡ് സ്കിന്നും ഒക്കെ പോയി മുഖത്തിന് നല്ല തിളക്കവും ഉന്മേഷവും ഒക്കെ കിട്ടും. മുഖത്ത് സ്ക്രബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കഴുത്തിനും സ്ക്രബ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകാം. അടുത്തതായി ഇനി ഫേസ് പാക്ക് ഉണ്ടാക്കാം. 1 ടീസ്പൂൺ ചെമ്പരത്തിപ്പൂവിന്റെ പൗഡർ എടുക്കാം. ഇത് ഞാൻ വീട്ടിൽ ഉണക്കിപ്പൊടിച്ച ചെമ്പരത്തിപ്പൂ പൗഡറാണ്. ചെമ്പരത്തിപ്പൂ പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ പൗഡറിന് മാർക്കറ്റിൽ 100 ഗ്രാമിന് 350 രൂപ വിലയാണ്. അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഒന്നാണ് ചെമ്പരത്തിപ്പൂ. ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് കൂടെ ചേർക്കാം. തൈര് ഡെഡ് സ്കിൻ നീക്കം ചെയ്യാനും ചർമ്മം നല്ല മിനുസമുള്ളതാക്കാനും സഹായിക്കുന്നു. തൈരിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനും ചർമ്മത്തിലുണ്ടാകുന്ന നിറവ്യത്യാസം, കരിവാളിപ്പ്, മങ്ങൽ ഇതിനൊക്കെ നല്ലതാണ്. പിന്നെ 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. മുഖത്ത് നിറം വർദ്ധിക്കാനും മുഖത്തെ ചുളിവും കറുത്തപാടും മാറുന്നതിനും കൊളാജിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മുഖത്തിന് നല്ല തിളക്കം നൽകാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇല്ലാതാക്കാനും അതുകൂടാതെ ഇതൊരു നല്ലൊരു ക്ലെൻസർ കൂടാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ തേനൂടെ ചേർക്കാം. തേൻ സ്കിന്നിന്റെ ഈർപ്പം നിലനിർത്താനും ചർമ്മരോഗങ്ങൾ ഭേദമാക്കാനും വരണ്ട ചർമ്മത്തെ ജലാംശമുള്ളതാക്കാനും മുഖക്കുരു അകറ്റാനും സഹായിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചെമ്പരത്തിപ്പൂവിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ അത്ഭുത ഗുണങ്ങളുള്ള ചെമ്പരത്തിപ്പൂ എന്നാണ്. അത്രയധികം ഔഷധ ഗുണങ്ങളാണ് ഈ ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ സ്കിന്നിനെ മിനുസമുള്ളതാക്കാൻ സഹായിക്കുന്നു. ചെമ്പരത്തിപ്പൂവിൽ നമ്മുടെ സ്കിന്നിന് ആവശ്യമായ ആന്റി ഏജിങ് പ്രോപ്പർട്ടികളുണ്ട്. ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് കട്ടിയില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ തൈര് ചേർക്കാം. ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ഇലാസ്റ്റിൻ എന്ന പ്രോട്ടീനാണ് ചർമ്മം നല്ല ഉറച്ചതും മുറുക്കമുള്ളതായി തീരാൻ സഹായിക്കുന്നത്. ഇനി ഈ പാക്ക് മുഖത്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുഖത്തോട്ട് തേച്ചപ്പോഴത്തേന് എന്തൊരു നല്ല തണുപ്പ് സുഖമാണെന്നറിയാമോ. പിന്നെ ഇത് ചേർത്തിരിക്കുന്ന തൈരും അരിപ്പൊടിയും തേനും എല്ലാം സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. മുഖത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ കഴുത്തിനൂടെ ചെയ്യണം. ഈ പാക്കെല്ലാം കഴുത്തേൽ ഇട്ടിട്ടുണ്ട്. ഇനി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഇത് മുഖത്ത് തേച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കഴുകിക്കളയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. താങ്ക് യു.